ഹായ് മക്കളെ, അബ്ദുല്ല സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ എല്ലാ മക്കളും ത്രൂ ഔട്ട് വീഡിയോ കാണണ്ട. അപ്പൊ ത്രൂ ഔട്ട് കാണാന്നൊക്കെ പറയുമ്പോൾ കുറെ സമയം ഞങ്ങൾ കാണണം ആശയെന്ന് മക്കൾ ചോദിക്കേണ്ട. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തു പോവാണ്. പഞ്ചരഥങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഞ്ചരഥാസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾ എല്ലാവരും വീഡിയോ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, സെറ്റ് ആയിരിക്കുക. അപ്പൊ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പഞ്ചരഥാസ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും the Pallavas were the rulers based on കാഞ്ചീപുരം in South India. സൗത്ത് ഇന്ത്യയിലെ കാഞ്ചീപുരം കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന ആളുകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പല്ലവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ മക്കളെ, പഞ്ചരദാസ് അല്ലേ സാർ പറയാന്ന് പറഞ്ഞെന്ന് പറയണ്ട. പഞ്ചരദാസിലേക്ക് നമ്മൾ ലാസ്റ്റ് എത്തും. പല്ലവാസ് എന്ന് പറയുന്നത്, പല്ലവർ എന്ന് പറയുന്നത് ആരാണ്? കാഞ്ചീപുരത്തെ ഭരണാധികാരികളാണ്. കാഞ്ചീപുരം സൗത്ത് ഇന്ത്യയിലെ കാഞ്ചീപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ഭരണാധികാരികളാണ്. തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ഭരണാധികാരികളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പല്ലവാസ് അല്ലെങ്കിൽ പല്ലവന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ പല്ലവന്മാർ എവിടുത്തെ ഭരണാധികാരികളായിരുന്നു? കാഞ്ചീപുരത്തേതായിരുന്നു. കാഞ്ചീപുരത്തെ ഭരണാധികാരികൾ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു? പല്ലവാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇവരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മേജർ പോർട്ട് സിറ്റി എന്ന് പറയുന്നത് മഹാബലിപുരമായിരുന്നു മക്കളെ. മഹാബലിപുരം എന്ന് പറയുന്നത് ഇവരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട, പല്ലവാസിന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മേജർ പോർട്ട് സിറ്റി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മഹാബലിപുരത്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ പല്ലവാസ്, നമ്മൾ പറഞ്ഞ പഞ്ചരദാസ് എന്ന് പറയുന്ന ഈ ടെമ്പിൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് പല്ലവ കിങ് ആയിട്ടുള്ള നരസിംഹവർമ്മന്റെ കാലഘട്ടത്തിലാണ്. നരസിംഹവർമ്മൻ എന്ന് പറയുന്ന പല്ലവ രാജാവിന്റെ കാലഘട്ടത്തിലാണ് എന്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ ടെമ്പിൾസ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പഞ്ചരദാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് പഞ്ചരദാസ് എന്ന് ചോദിക്കുമ്പോൾ മക്കൾ ഇത് മൊത്തം എഴുതണം. ഈ സ്ലൈഡ് മൊത്തം എഴുതണം. ഇനി പഞ്ചരദാസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ആരുടെ പീരീഡ് ആണ്? നമുക്ക് കാണാൻ പറ്റും നരസിംഹവർമ്മന്റെ കാലഘട്ടത്തിലാണ്. നരസിംഹവർമ്മൻ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? നമുക്ക് കാണാൻ പറ്റും പല്ലവ വിഭാഗത്തിൽപ്പെട്ട കാഞ്ചീപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന പല്ലവാസിലെ ഭരണാധികാരിയായിരുന്നു ആര്? നരസിംഹവർമ്മൻ എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട പോർട്ട് സിറ്റി ഏതായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ മഹാബലിപുരം എന്ന് മക്കൾക്ക് എഴുതാൻ പറ്റണം. അപ്പൊ പ്രധാനമായിട്ടും ഈ കളറിൽ കാണുന്നതൊക്കെ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് മക്കളെ. സെറ്റാക്കി പഠിച്ചോ. ഇനി മലയാള മക്കൾ പണങ്ങൊന്നും വേണ്ട. മലയാളത്തിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മലയാളത്തിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ഭരണം എന്ത് ചെയ്ത് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ആളുകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പല്ലവന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കാലഘട്ടത്തിലെ പ്രധാന തുറമുഖ നഗരം എന്തായിരുന്നു? മഹാബലിപുരമായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നരസിംഹവർമ്മന്റെ കാലഘട്ടത്തിലാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ ക്ഷേത്രങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പഞ്ചരഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 5 മാർക്ക് കിട്ടിയ 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇതിലുണ്ട്. 5 മാർക്കും ഇതേ ഭാഗത്ത് നിന്ന് വരുമെന്നല്ല സാർ പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഏത് ചോദ്യങ്ങൾ വന്നാലും 1 മാർക്ക് മിനിമം ഉണ്ട്. അപ്പൊ ഇവിടെ 5 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. എന്താണ് പഞ്ചരദാസ് എന്ന് ചോദിക്കും മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റും. ടോട്ടൽ ഈ സ്ലൈഡ് മൊത്തം ഇതാണെങ്കിൽ പഞ്ചരദാസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ടു ഓൾ. ബൈ.